പാലാരൂപതയിലെ വികാരി ജനറലായ ഫാദർ ജോസഫ് തടത്തിലച്ചൻ നമ്മളോട് ചേരുകയാണ്. ഈ ഒരു ഫെറോനയുടെ വൈദിക സമ്മേളനം ഇപ്പോൾ പൂർത്തീകരിച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഈ ഒരു വിഷയത്തിൽ? ഇപ്പോഴും ഈ ഒരു പ്രശ്നം അയവ് വന്നിട്ടില്ല, ഇവിടെ എന്തെല്ലാം തീരുമാനങ്ങളെടുത്ത്? നമ്മൾ അസച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നമ്മളൊരു ആഭിമുഖ്യം സൃഷ്ടിക്കുക, അതായത് നമ്മളുടെ ആളുകൾക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റണം. അത് മറ്റുള്ളവരുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ അത് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്കറിയത്തില്ല, കുറേ പേര് വന്ന് ഇവിടെ അതിക്രമം ചെയ്തു. അത് ഇന്നവരാണെന്നോ ഇന്ന വിഭാഗമാണെന്നോ ഒക്കെ പറയാൻ മാത്രമായിട്ടില്ല. അത് പോലീസിന്റെ ചുമതലയാണല്ലോ കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷേ ആരാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ നമുക്കിവിടെ ആവർത്തിക്കാനായിട്ട് പാടില്ല. അപ്പം നമുക്കിവിടെ ഇത് നമ്മുടെ ഫൊറോന കേന്ദ്രം, ഇത് പൂഞ്ഞാർ എന്ന് പറഞ്ഞ വലിയൊരു പൗരാണിക കേന്ദ്രമാണ്. ഇതോടെ മാതാവിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇതിൻ്റെ നന്മയ്ക്കും വിശുദ്ധിക്കും ഭംഗം വരാത്ത രീതിയിൽ മറ്റച്ഛന്മാരും ഒക്കെ ഇവിടെ വന്ന് അത്യാവശ്യമുണ്ട് വികാരിച്ചനെ ഒന്ന് സഹായിക്കുകയോ കൂട്ടായി പ്രവർത്തിക്കുകയോ ഇതിൽ പോകുമ്പോൾ അത്യാവശ്യമുള്ളൊരു ശ്രദ്ധയൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കുകയോ ഒക്കെ ചെയ്യണം. കാരണം ഇത് പലപ്പോഴും ഇങ്ങനെ പല ആളുകൾ വന്ന് ഇത് ആവർത്തിക്കുന്നുണ്ട്. അത് ആവർത്തിക്കപ്പെടാതിരിക്കുവാനും എല്ലാവരോടും മാതാവിൻ്റെ ഒരു സംരക്ഷണം എല്ലാവർക്കും വേണ്ടതാണ്. ആ സംരക്ഷണം ആരെയും വേർതിരിക്കാതെ എന്നാൽ വിവേകപൂർവ്വം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം നമ്മളുടെ മറ്റ് ക്രമീകരണങ്ങൾ CCTV അതുപോലത്തെ കാര്യങ്ങളുമൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിലാകേണ്ടതുണ്ട്. പിന്നെ ഇവിടെയുള്ള അച്ഛന്മാർ പ്രത്യേക ഒരു ഡെലിക്കേറ്റ് ഏരിയ എന്ന നിലയിൽ ഈ ഭാഗത്തെ അച്ഛന്മാർ പറ്റുമ്പോഴൊക്കെ ഒന്ന് ഒരുമിച്ച് ഇവിടെ വന്ന് ഒന്നോ രണ്ടോ പേരൊക്കെ ഒന്ന് വന്ന് ചർച്ച ചെയ്തും വിശേഷങ്ങൾ അന്വേഷിച്ചൊക്കെ ഒന്നുകൂടെ ലൈവ്ലി ആയിട്ട് പോകുക എന്നൊരു ചിന്തയാണ് വന്നേക്കുന്നത്. ഈ ദേവാലയത്തിൽ ഇതിനു മുമ്പും ഇതുപോലുള്ള ചില കുട്ടികൾ ഇങ്ങനെ കയറി വന്ന് ചില ഇഷ്യൂസൊക്കെ ഇവിടെ പലരും മൊത്തത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ചില പിള്ളേർ സൺഡേ സ്കൂൾ കഴിഞ്ഞ് പോകുമ്പോഴും ഒക്കെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു 2 കൊല്ലം മുമ്പ് ആ കുരിശിലല്ലേ കുരിശിന്മേൽ കയറിയിരുന്ന് കുറേ പിള്ളേർ, അത് പ്രത്യേക ഒരു വിഭാഗമൊന്നും നമുക്ക് പറയത്തില്ല, കുറേ പിള്ളേർ അത് അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ആ കുരിശിൻ്റെ മുകളിൽ കയറി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തെ വളരെ ഊണ്ടി ചെയ്യുന്നതായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇപ്പം തന്നെയാണെങ്കിലും നമ്മുടെ ആളുകൾ ഒത്തിരി വൂണ്ടഡാണ്. അപ്പോൾ അവരെയും നമ്മൾ സമാശ്വസിപ്പിച്ചും അവരുടെ പ്രോബ്ലംസ് നമ്മൾ അഡ്രസ്സ് ചെയ്തു മുമ്പോട്ട് പോകുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു തീവ്ര നിലപാടിലേക്ക് പോവുക സഭയ്ക്കില്ല. സഭ എപ്പോഴും സംയമനത്തിൻ്റെ ഒരു പാതയാണ്. ഇനി ചിലർ മറ്റൊരു വ്യാഖ്യാനം പറയും, നമ്മൾ തീരെ കുഞ്ഞു കൊടുക്കുന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ലോ, സംയമനത്തിൽ മറ്റുള്ളവരെ ആദരിച്ചും. ചിലപ്പോൾ മക്കൾ ചെയ്തൊരു കൊടുത്തിന് നമുക്ക് മാതാപിതാക്കന്മാരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു സമന്വയം, എന്നാൽ ക്രൈസ്തവ ഒരു ഐക്യത്തെയോ കൂട്ടായ്മയോ നമ്മുടെ വിശ്വാസത്തെയോ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് നിയമപരമായ വഴിയിലൂടെ നീങ്ങണം. സഭ അതിന്റെ വിശ്വാസവും അതിനനുബന്ധമായ ധാർമ്മിക ആധ്യാത്മിക നിലപാടുകളുമായി മുമ്പോട്ട് പോകും. ദേവാലയത്തിനുള്ളിൽ ഇനി ഇതുപോലുള്ള കാര്യങ്ങളില്ല. ഇപ്പോൾ ദേവാലയത്തിൽ വെച്ചാണ് ഒരു ഇവിടുത്തെ യുവ വൈദികൻ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്, മുറ്റത്ത് വെച്ചാണ്. അപ്പോൾ ഇതേപോലുള്ള ദേവാലയത്തിൽ മുറ്റത്താണ് വണ്ടി കച്ചവടമൊക്കെ നടത്തുന്നു. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം വാൺ ചെയ്തിട്ടും ഇതിവിടെ തുടരുകയാണ് ഇവർ, വെല്ലുവിളി പോലെ. ഇനി ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ക്രമീകരണങ്ങളോട് വരുത്തും. ഉദാഹരണമായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള സമയത്തും ജനത്തിരക്കുള്ള സമയത്തും മാത്രം 2 ഗേറ്റ് തുറന്നാൽ മതി. ഒരു ഗേറ്റ് നമുക്ക് അവിടെ തുറന്നുണ്ടാവും. പക്ഷേ അവിടെ ഒരു ശ്രദ്ധയും കരുതലും നമ്മൾ അതിനാൽ തന്നെ ഒരു ഒരു കോൺസ്റ്റന്റ് വാച്ചിങ് അവിടെ ഉണ്ടാവും.